വിശുദ്ധ ജോസഫിൻ്റെ ഉദാത്തമായ 5 സ്വഭാവ സവിശേഷതകളെയാണ് നാം പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മൂന്നാമതായി, വിശുദ്ധ ജോസഫ് ഒരു നല്ല അധ്യാപകനായിരുന്നു. യേശുവിൻ്റെ മാനുഷിക ജീവിതത്തിൽ പല പ്രധാനപ്പെട്ട നല്ല കാര്യങ്ങളും ജോസഫ് പഠിപ്പിച്ചു. യേശുവിനെ സംസാരിക്കുവാനും നടക്കുവാനും പഠിപ്പിച്ചത് ജോസഫാണ്. മരപ്പണി യേശുവിനെ പഠിപ്പിച്ചതും അധ്വാനത്തിൻ്റെ വില മനസ്സിലാക്കി കൊടുത്തതും വളർത്തപ്പനായിട്ടുള്ള ജോസഫ് തന്നെയാണ്. യേശുവിനെ പ്രാർത്ഥിക്കാനും സങ്കീർത്തനങ്ങൾ ഉരുവിടാനും ജോസഫ് കന്യകാമറിയത്തോടൊപ്പം വഹിച്ച പങ്ക് ആർക്കും വിസ്മരിക്കാനാവില്ല. മക്കളെ വിശ്വാസ ജീവിതത്തിൽ വളർത്താൻ ജോസഫിനെ പോലെ ഓരോ പിതാവിനും ഭാരിച്ച ഉത്തരവാദിത്തമുണ്ട്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നത് പോലെ വിശ്വാസ കാര്യങ്ങളിൽ മക്കളുടെ പ്രഥമ അധ്യാപകർ മാതാപിതാക്കൾ തന്നെയാണ്. മക്കളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഒരു നല്ല അധ്യാപകനായിരിക്കണം ഒരു നല്ല അപ്പൻ. നാലാമതായി, വിശുദ്ധ ജോസഫ് എപ്പോഴും ഭാര്യയ്ക്കും മകനും സംലഭ്യനായിരുന്നു. കുടുംബത്തിൻ്റെ ഏതാവശ്യങ്ങളിലും എപ്പോഴും സംലഭ്യനായിരുന്ന അപ്പനായിരുന്നു ജോസഫ്. ജോസഫ് കുടുംബത്തോടൊപ്പം പ്രാർത്ഥിച്ചു, കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചു, കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിച്ചു, അവരോടൊപ്പം സിനഗോഗിലും ജെറുസലേം ദേവാലയത്തിലും പോയി, കുടുംബത്തിൻ്റെ വേദനയിലും സന്തോഷത്തിലും പങ്കുചേർന്നു. കുടുംബത്തോടൊപ്പം സഞ്ചരിച്ച ആ പിതാവാണ് മാനവ ചരിത്രത്തിലെ ഏറ്റവും ഭാഗ്യപ്പെട്ട മരണം കൈവരിച്ച വ്യക്തി. യേശുവിൻ്റെയും പരിശുദ്ധ മാതാവിൻ്റെയും കരങ്ങളിൽ മരിക്കാൻ ഭാഗ്യം കൈവന്ന പുണ്യ തേജസ്. അഞ്ചാമത്തതായി, വിശുദ്ധ ജോസഫ് സ്വയം ബലിയായവനാണ്. സ്വയം യേശുവിനും മാതാവിനും വേണ്ടി ബലിയായി തീർന്ന ബലിവസ്തുവാണ് ജോസഫ്. അതൊരു പ്രാവശ്യമായിരുന്നില്ല, പല പ്രാവശ്യങ്ങളിലും, അതും സഹനത്തിൻ്റെ തീവ്ര നിമിഷങ്ങളിൽ. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര രഹസ്യത്തിൽ ആദ്യം കുരിശു വഹിക്കാൻ ഭാഗ്യം കൈവന്ന വ്യക്തിയുടെ പേരാണ് ജോസഫ്. മരണത്തിൻ്റെ ഇരുൾ വീശിയ താഴ്വരയിൽ രക്ഷകന് സംരക്ഷണമേകിയ സുഹൃതമാണ് ജോസഫ്. ദൈവിക സ്വരങ്ങൾക്ക് സംശയമെന്നേ കാതു നൽകുന്ന നിർമ്മല മനസാക്ഷിയാണ് ജോസഫ്. നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ സ്വയം ബലിയാകാൻ ഒരപ്പൻ സമ്മതമരുളിയപ്പോൾ സ്വർഗം ഭൂമിയെ നോക്കി ആനന്ദാശ്രുക്കൾ പൊഴിച്ചു കാണും. അത് ഇനിയും തുടരണം ഈ ഭൂമിയിൽ. ഒരു നല്ല അപ്പൻ കുടുംബത്തിൽ ഉള്ളിടത്തോളം കുടുംബങ്ങളെ നോക്കി ദൈവം പരിതപിക്കുകയില്ല. ആധുനിക കുടുംബങ്ങൾ സ്വർഗമാകാൻ വിശുദ്ധ ജോസഫ് നൽകുന്ന ഒരു കുറുക്ക് വഴിയുണ്ട്. ഓരോ കുടുംബത്തിലും ഒരു നല്ല അപ്പനുണ്ടാകട്ടെ. അങ്ങനെ ഓരോ കുടുംബങ്ങളും തിരുക്കുടുംബമാകട്ടെ. ഒരു നല്ല അപ്പനിലൂടെ ഒരു നല്ല സമൂഹം വളർന്നു വരട്ടെ. ഒരു നല്ല സമൂഹത്തിൽ നിന്ന് വിശുദ്ധിയിൽ വളർന്നു വരുന്ന വിശുദ്ധ മക്കളുണ്ടാകട്ടെ. ഓരോ വിശുദ്ധനെയും ഓരോ വിശുദ്ധയെയും നോക്കി സ്വർഗം സന്തോഷിക്കട്ടെ. ഒരപ്പനിലൂടെ ഒരു ലോകം തീർക്കാൻ ഓരോ അപ്പന്മാർക്കും കഴിയട്ടെ. അങ്ങനെ ഈ മാർച്ച് മാസം വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ ഓർമ്മയിൽ ഓരോ അപ്പനു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ അപ്പനിലൂടെയും നല്ലൊരു സമൂഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഓരോ വിശുദ്ധനും വിശുദ്ധയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.